الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബിയോടുള്ള സ്നേഹം എന്താവണം, എങ്ങനെയാവണം, എങ്ങനെ ആയിക്കൂടാ, ആരാണ് ആ നബി, ഇതൊക്കെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. പക്ഷെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടൊന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞാൽ തീരൂല. ഒന്നും എവിടെയും എത്താത്ത പോലെയാവും. പക്ഷെ എന്നാലും വളരെ പ്രധാനപ്പെട്ട നമ്മൾ അറിയേണ്ടുന്ന ഗൗരവമേറിയ ഒന്ന് രണ്ട് കാര്യങ്ങളെ എന്നോടെന്ന പോലെ നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്, അതിൽ സംശയമില്ല. ഈ മഹാപ്രപഞ്ചത്തിൽ ഇത്രയധികം സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ അതേസമയം ആക്ഷേപിക്കപ്പെടുകയും വെറുപ്പുകൾ പറയപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയുണ്ടെങ്കിലോ അതും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഒന്ന് മുഅ്മിനീങ്ങളുമായി ബന്ധപ്പെട്ട വശമാണ്. മറ്റൊന്ന് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരിൽ നിന്ന് എന്തൊക്കെയോ ആഗ്രഹിക്കുന്ന ചില ആളുകൾ തന്ത്രപൂർവം മെനഞ്ഞുണ്ടാക്കുന്ന ചില കള്ളത്തരങ്ങളാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ഉടമസ്ഥനായ അള്ളാഹു ഏറ്റവും നല്ല ആള് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു തന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദുനിയാവിൽ മനുഷ്യന്മാർ ഇത്രയധികം മോശം പറയുന്നതിന്റെ കാര്യം എന്തായിരിക്കും? എന്തിനായിരിക്കും വർത്തമാനകാലത്ത് ഇന്ന് ഉപയോഗിക്കാവുന്ന വഴികളിലൂടെ എല്ലാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇത്ര മോശമായ രീതിയിൽ അവരിങ്ങനെ പ്രചരിപ്പിക്കുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്നറിയുമോ? ഇങ്ങനെ വെറുപ്പ് പറയുന്ന, ആരോപണം ഉന്നയിക്കുന്ന, കള്ളത്തരങ്ങൾ പറയുന്ന വ്യക്തികളുടെ മനസ്സിന്റെ ഉള്ളിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ടോപ്പ് ലെവലിലാണ്. ഇത് പറയുന്ന, എഴുതുന്ന, പ്രസംഗിക്കുന്ന ഓരോ വ്യക്തികളുടെയും മനസ്സവരോട് പറയുന്നത്, നമ്മൾ എന്ത് പറഞ്ഞാലും, എന്ത് പ്രസംഗിച്ചാലും, എന്തെഴുതിയാലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പരിശുദ്ധനാണ്, സ്തുത്യർഹനാണ്. അതിലേക്ക് മനുഷ്യന്റെ ചിന്താഗതി മാറിയാൽ, ആ വ്യക്തിയെ ബുദ്ധിയുള്ള ചിന്തിക്കുന്ന മനുഷ്യന്മാര് തിരിച്ചറിഞ്ഞാൽ, ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെ ഇവരാഗ്രഹിക്കുന്ന തരത്തിൽ പിന്നെ അവർക്ക് കിട്ടൂല. ഇവരുടെ ആഗ്രഹം മനുഷ്യരാകുന്ന മസ്തിഷ്കം മരവിച്ചു പോയ നാൽക്കാലികൾക്ക് സമാനമായ വിഡ്ഢിക്കോലം കെട്ടുന്ന ചിലരെ കൊണ്ട് അവരുടെ ആർത്തി തീർക്കല, അവർക്ക് സമ്പാദിക്കല. അവർ ഈ ഭൂമിയിൽ സുഖിയന്മാരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനെന്ത് വേണം? മനുഷ്യത്വം മരിക്കണം, മനുഷ്യര് മൃഗങ്ങളെ പോലെ ആവണം. ആർത്തിയും മലച്ചയും തീർത്ത് ജീവിക്കുന്ന, സ്വന്തത്തിന്റെ സുഖം മാത്രം മുന്നിൽ കാണുന്ന, അതിന് ഏത് നെറികെട്ട വഴിയും സ്വീകരിക്കുന്ന തരത്തിൽ അധപ്പതിച്ച വർഗമായി മനുഷ്യലോകത്തെ മാറ്റണം. പക്ഷെ ഈ വ്യക്തി അതിനെതിരാണ്. ഈ വ്യക്തിയുടെ ജീവിതം അതിന് തടസ്സമാണ്. ഈ വ്യക്തിയെ ബുദ്ധിയുള്ളവൻ തിരിച്ചറിഞ്ഞാൽ, ലോകത്തിന്റെ പ്രവാചകനെ ബുദ്ധിയുള്ളവൻ അടുത്തറിയാൻ മെനക്കെട്ടാൽ, അവൻ മനുഷ്യത്വത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് തിരിച്ചു വരും. പിന്നെ നമ്മുടെ കൊതികൾ നടക്കൂല. ഇത് ആശിക്കുന്ന ദുശ്ചിന്തകളാണ്
അവരുടെ ഉള്ളിൽ ഈ വ്യക്തി മഹോന്നതനാണ് എന്ന് 1000 പ്രാവശ്യം പറയുമ്പോഴും അനാവശ്യമായി ആരോപണം ഉന്നയിക്കുന്നത് ഏതുപോലെ എന്നറിയോ? മക്കത്തെ ഖുറൈശികൾ ചെയ്തതുപോലെ. അവര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത വിളിച്ചു, തെറി പറഞ്ഞു, ആരോപണം പറഞ്ഞു. അവരെ കൊണ്ട് കഴിയാവുന്ന തരത്തിലെല്ലാം അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചു. പക്ഷേ വല്ലാഹി, അല്ലാഹുവാണ് സത്യം, അബൂജഹൽ അടക്കം, ഉത്ബയടക്കം, ശൈബയടക്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തെറി പറയുന്ന ഓരോരുത്തന്റെയും മനസ്സിന്റെ ഉള്ളിൽ മുഹമ്മദ് മുഹമ്മദാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്താ വാക്കിന് അർത്ഥം? തുതിക്കപ്പെട്ടവൻ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അബൂജഹൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുദമ്മം എന്ന് പേര് വെച്ചത്. കാരണം അവർക്ക് തെറി പറയാൻ കഴിയുന്നില്ല, അവർക്ക് ആക്ഷേപിക്കാൻ കഴിയുന്നില്ല. അറബി അറിയാവുന്ന ആളുകൾ ഇവരുടെ നാവിലൂടെ മോശമായ വാക്ക് കേട്ടാലും അവര് പിന്നെയും പറയുന്ന എന്താ? മുഹമ്മദ് എങ്ങനെയാ, സ്തുതിക്കപ്പെട്ടവൻ എങ്ങനെയാ, ആദരിക്കപ്പെട്ടവൻ എങ്ങനെയാ? താങ്ങാൻ പറ്റൂല അബൂജഹലിന്. അവിടെ അവന് പേര് മാറ്റിയിട്ട് പറഞ്ഞു അവൻ മുഹമ്മദ് അല്ല, മുദമ്മമാണ്, ആക്ഷേപിക്കപ്പെട്ടവനാണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്ത് എങ്ങനെയാണെന്നറിയോ? സഹാബത്തിനോട് ചോദിച്ചു, സഹാബാക്കളെ, അവരെന്നെ ഇങ്ങനെ തെറി പറയുമ്പം, ആക്ഷേപിക്കുമ്പം, ആരോപണം പറയുമ്പം എനിക്കൊരു കുലുക്കില്ലാത്ത അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ? ഞാൻ പ്രതികരിക്കുന്നില്ലല്ലോ, അതെന്തുകൊണ്ടാണ് എന്താ നിങ്ങൾ ചോദിക്കാത്തത്? അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, എന്തേ റസൂലേ, എന്തേ തിരിച്ചു പറയാത്തത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവര് തെറി പറയുന്നത് മുദമ്മമിനെയാണ്, വഅന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാൻ, മുദമ്മമല്ല. ശരിയാണ്. ആകാശത്തിന്റെ കീഴെ ഭൂമിയുടെ പുറംതൊലിക്ക് മുകളിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്ര ശക്തമായി ആക്ഷേപിച്ചാലും അന്നും ഇന്നും ഇലാ യൗമിൽ ഖിയാമ, ഇനി എന്നേക്കും മുഹമ്മദ് മുഹമ്മദാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കും ആ വ്യക്തിത്വം തകർക്കാൻ കഴിയൂല. ഒരാക്ഷേപകന്റെ ആക്ഷേപത്തിനും ജനങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ പ്രിയപ്പെട്ട പ്രവാചകന്റെ ആദരണീയമായ അവസ്ഥക്ക് ലെവലേശം ഒരു താഴ്ച കൊണ്ടുവരാൻ സാധ്യമല്ല. അത് അസംഭവ്യമാണ്. ചരിത്രം അതിന് സാക്ഷിയാണ്. അതുകൊണ്ടറിയോ, ഇതിനേക്കാളും ശക്തമായ ഭാഷയിൽ ഖുറൈശികളുടെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്, തെറി പറയപ്പെട്ടിട്ടുണ്ട്, കുറ്റം ആരോപണം പറയപ്പെട്ടിട്ടുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല, ഇനിയും ഒന്നും സംഭവിക്കൂല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ, മാത്രമല്ല വിവര സാങ്കേതിക രംഗത്ത് ഉത്തംഗതിയിൽ നിൽക്കുന്ന, അതുമല്ലെങ്കിൽ ഭൂലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ അറിവുകളുടെ മലകൾ താണ്ടിക്കഴിഞ്ഞു എന്ന് പറയപ്പെടുന്ന രാജ്യങ്ങളിലെ ബുദ്ധിയുള്ള, ചിന്താശേഷിയുള്ള, മസ്തിഷ്കത്തെ അടിയറവ് വെക്കാത്ത, ആളുകളുടെ കാൽ കീഴിൽ അടിമത്തം അർപ്പിക്കാത്ത, അഭിമാനബോധമുള്ള, ഞാൻ മനുഷ്യനാണ് എന്ന തിരിച്ചറിവ് സ്വന്തമുള്ള ബുദ്ധിജീവികൾ ഇന്ന് തെരുവുകളിൽ, പാറക്കെട്ടുകളിൽ കയറി നിന്ന് ലോകത്തിന്റെ മുമ്പിൽ ഉഗ്രൻ ഭാഷയിൽ ഉറക്കെ വിളിച്ചു പറയുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹിയെ കുറിച്ചാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെയാണോ പിറകോട്ടടിപ്പിക്കാനും, ആരെയാണോ തട്ടി മാറ്റാനും ഈ ശക്തികൾ ശ്രമിച്ചത്, അവരിന്ന് മുഹമ്മദീയത്തിന്റെ പ്രചാരകരാണ്. എന്തുകൊണ്ട്? അവരുടെ ജീവിതം മുഹമ്മദീയ, അവരുടെ വാക്ക് മുഹമ്മദീയ, അവരുടെ സ്വഭാവം മുഹമ്മദീയ, അവരുടെ ദാമ്പത്യവും കുടുംബജീവിതവും മുഹമ്മദ് മുസ്തഫാന്റെ ജീവിതത്തെ മുറിച്ചു വെച്ചതുപോലെയാണ്. എന്തുകൊണ്ട്? പക്ഷെ ലോകം ആഗ്രഹിച്ചത് പിടിച്ചു പുറത്തുവാൻ വേണ്ടിയിട്ടാ. പക്ഷെ ഇന്ന് അവർ ജീവിക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹിയെ പോലെയാണ്. എന്തുകൊണ്ടാണ്? മുഹമ്മദ് മുഹമ്മദാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെന്ത് പറഞ്ഞാലും, ആരെന്ത് ചെയ്താലും. അതുകൊണ്ട് ഇന്നും ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെറി പറയുമ്പം, ആക്ഷേപിക്കുമ്പം, ആരോപണം പറയുമ്പം, കുറ്റം പറയുമ്പം സങ്കടം നമുക്കുണ്ട്, സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട്.
നെഞ്ച് പൊടിഞ്ഞു പോകുന്ന വിഷമമുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് അതിനേക്കാൾ വലിയ ഒരു ധൈര്യം എന്താണെന്നറിയോ? ഇതിനേക്കാളും വലിയവൻ ഇങ്ങനെ ചെയ്തിട്ടും പറഞ്ഞിട്ടും എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന് അല്ലെങ്കിൽ മുമ്പിൽ വരച്ചു കാട്ടിയ ആ രാജപാതക്ക് ഒരു തുരുമ്പ് പോലും വ്യത്യാസം സംഭവിച്ചിട്ടില്ല അന്ന്, ഇനിയും അത് സംഭവിക്കൂല. ഈ ഇരിക്കുന്ന വിശ്വാസികൾ അതിന് സാക്ഷിയാണ്. കാരണം എന്താ അറിയോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിങ്ങനെ പറഞ്ഞാലും മറുഭാഗത്ത് ഇൻസാനിയത്തിന്റെ പൂർണ്ണതയാണ്, മനുഷ്യത്വത്തിന്റെ പൂർണ്ണതയാണ്. ഒന്ന് പരിശോധിച്ചു നോക്കിയേ, ഏതൊക്കെ ചരിത്രകാരന്മാർ ശ്രമിച്ചു നോക്കിയത്, ചരിത്രത്തിന്റെ വക്താക്കള് എന്തൊക്കെയാണ് എഴുതി പഠിപ്പിച്ചത്. സ്വഭാവം അങ്ങനെ, ജീവിതം അങ്ങനെ, കല്യാണം അങ്ങനെ, വർത്താനം ഇങ്ങനെ, കൊലപാതകി, ക്രൂരൻ അങ്ങനെ ഇങ്ങനെ, അത് ഇത്. ഒരു 10,000 പേജുള്ള പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞ് പൂട്ടിവെച്ച് മാറിയിരിക്കുമ്പോ എഴുത്തുകാരന്റെ മനസ്സ് പിന്നെയും പറയുകയാണ്. അങ്ങനെയൊന്നുമല്ല പ്രപഞ്ചത്തിന്റെ നാഥന പ്രിയപ്പെട്ട മനുഷ്യനെ പറ്റി പറഞ്ഞത്. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഈ 1000 പേജും കീറിക്കളയുന്ന അവസ്ഥയിൽ അവന് മാനസാന്തരം വരിക. എത്രയധികം സാക്ഷികൾ. ചരിത്രം നിങ്ങൾക്കറിയാൻ പറയണ്ട, വർത്തമാനകാല ചരിത്രം ശരിയാണ്, അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പാടിയത് വഅജ്മലു മിൻക ലം തറ ഐനി ഖത്തു വഅഹ്സനു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ. നമ്മുടെ റസൂലിനെ പറ്റി പറഞ്ഞതാണ്. റസൂലുള്ളാഹിന്റെ മുമ്പിന്ന് ഷാലിട്ട് പുതപ്പിച്ചു കൊടുത്തു ഹസ്സാൻ ഇബ്നു സാബിത്തിനെ റളിയല്ലാഹു അൻഹു. وأجمل منك لم تر عين قط يا رسول الله. ഖുറൈശികൾ എന്തൊക്കെയായി പറഞ്ഞു കൂട്ടുന്നത്? അങ്ങയുടെ വ്യക്തിത്വത്തെ തകർക്കാൻ, അങ്ങ് വരച്ചു കാട്ടിയ രാജപാതയിലേക്ക് ആളുകൾ അടുക്കാതിരിക്കാൻ, അടുത്തവരെ വലിച്ചു പിറകോട്ട് മാറ്റാൻ എന്ത് തരത്തിലാണ് നിങ്ങളെ അവർ ചിത്രീകരിക്കുന്നത്? പക്ഷെ ഒരു സത്യം പറയട്ടെ പ്രവാചക, വഅജ്മലു മിൻക ലം തറ ഐനി ഖത്തു. നിങ്ങളെക്കാളും ഭംഗിയുള്ള ഒരു കാഴ്ചയും എന്റെ കണ്ണി ജീവിതത്തിൽ കണ്ടിട്ടില്ല. വഅഹ്സനു മിൻക ലം തലിദിൻ നിസാഉ. നിങ്ങളെക്കാളും ഭംഗിയുള്ള സൗന്ദര്യമുള്ള ഒരു മനുഷ്യ കുഞ്ഞിനെ ഒരു ഉമ്മയും ഇന്നുവരെ പ്രസവിച്ചിട്ടില്ല. ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബിൻ. സ്വഭാവത്തിലോ ശരീരത്തിലോ വ്യക്തിത്വത്തിലോ ഏതെങ്കിലും ഒന്നിനോ ഒരു ന്യൂനത പറയപ്പെടാൻ പറ്റാത്ത തരത്തിലാണ് അങ്ങ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങ് എങ്ങനെയാണോ ഇഷ്ടപ്പെട്ടത് അങ്ങനെ തന്നെ അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ച പോലെ. ഇതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ല പ്രിയപ്പെട്ടവരെ, ആരെന്ത് പറഞ്ഞാലും പറയും. എന്തുകൊണ്ടറിയോ? ഹുബ്ബിലേക്ക് വരുന്നതിന് മുമ്പ് ഈ പശ്ചാത്തലം പറയുന്നത് ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അവര് പറയും, ഇതിലധികം പറയും. ഇസ്ലാമിന്റെ പേരുമേൽ നടക്കുന്ന ചില മോധേവികൾക്ക് ലക്ഷങ്ങൾ എഴുതിക്കൊടുത്ത് അവർ എഴുതിപ്പിക്കും, ആരോപണം പറയിപ്പിക്കും. മുഅ്മിനിന്റെ വിശ്വാസിയുടെ മനസ്സ് നൊന്ത് വെന്ത് നിറയുന്ന രീതിയിൽ അവര് പലതും പടച്ചുവിടും. സോഷ്യൽ മീഡിയയിലൂടെ മറ്റേതെങ്കിലും വഴിയിലൂടെ. എന്തുകൊണ്ടറിയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ടുണ്ട്, വലൻ തർദാ അൻകൽ യഹൂദു വലൻ നസാറ. ഇതൊരു സത്യം. അത് മുസ്ലിമീങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചോളണം. അതുകൊണ്ട് ഈ പറയുന്ന ആൾക്കാരെ ഇല്ലാണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. ഹാർപ്പിക്കുമാർ പോലുള്ളവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, എഴുതിക്കൊണ്ടേയിരിക്കും. അവരുടെ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും അവരതിന് ചെലവഴിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട് നബിയേ? വലൻ തർദാ, വലൻ തർദാ, തീർച്ചയായും തൃപ്തനാവുകയില്ല. അൻക, അങ്ങയെ കുറിച്ച്. ആര്? അൽ യഹൂദു വൻ നസാറ, ജൂത നസാറാക്കൾ. അവർക്ക് നിങ്ങളെ ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ ഏത് വഴിക്കാ ചിന്തിക്കുന്നത് എന്ന് നമ്മളെ പറ്റി ഒന്ന് വിലയിരുത്തണം കേട്ടോ. അള്ളാഹു ഖുർആനിലാ പറയുന്നത്, നബിയെ, ജൂത നസാറാക്കൾക്ക് നിങ്ങളെ ഇഷ്ടമല്ല. നിങ്ങൾ വരച്ചു കാണിച്ച രാജപാത അവർക്ക് തൃപ്തിയല്ല. കാരണം അവർ ആഗ്രഹിക്കുന്ന മസീഹുദ് ദജ്ജാലിന്റെ വരവിന് വഴിയൊരുക്കാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ജീവിതം അവർക്കൊരു തടസ്സമാണ്.
അവരാഗ്രഹിക്കുന്ന മനുഷ്യജന്മം പൂണ്ട മൃഗങ്ങളെ ഉണ്ടാക്കാൻ നിങ്ങളൊരു തടസ്സമാണ്. അവരാഗ്രഹിക്കുന്ന തരത്തില് ലോകത്തെ മലീമസമാക്കാൻ നിങ്ങൾ തടസ്സമാണ്. അതുകൊണ്ട് അവർ തൃപ്തരാവൂല. അൽയഹൂദു വലൻ നസാറ, ഏതുവരെ എന്നറിയോ? ഹത്താ തത്തബിഅ മില്ലതഹും, അവരെന്താണോ മുന്നോട്ട് വെക്കുന്നത് അതിനെ നിങ്ങളും നിങ്ങൾ അനുയായികളും ഫോളോ ചെയ്യുന്നത് വരെ, അതുവരെ അവർ കളിച്ചോണ്ടിരിക്കും, എഴുതിക്കൊണ്ടേയിരിക്കും. അത് ഖിയാമത്ത് നാൾ വരെ തുടരും. അതിൻ്റെ ഇടയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപറ്റം ആളുകളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ആ പ്രിയപ്പെട്ട ഹബീബിനെ നെഞ്ചിലേറ്റാൻ ഞാനും നിങ്ങളും ആ കൂട്ടത്തിൽ പെടണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പെട്ടേ പറ്റുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നത് അങ്ങനെയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്. സ്നേഹിച്ചേ പറ്റുള്ളൂ, നെഞ്ചിലേറ്റിയേ പറ്റൂ, ഏറ്റെടുത്തേ പറ്റൂ. മരിക്കുന്നതിന് മുമ്പ് വല്ലാഹി സത്യം, മുഹമ്മദ് മുസ്തഫാനെ തിരിച്ചറിയാത്ത, ആ രാജപാത മനസ്സിലാക്കിയിട്ടില്ലാത്ത, ലവലേശമെങ്കിലും പ്രവാചകനെ പിറകോട്ട് മാറ്റിവെക്കുന്ന ഒരുത്താൻ നാളെ ആഖിറത്തിൽ പരാജയത്തിന്റെ കയ്പ് നീര് കുടിക്കുമെന്നതിൽ ലാ ശക്ക വലാ റൈബ്, സംശയം വേണ്ട. കാരണം എന്താ അറിയോ? പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് അങ്ങനെയാണ് ആക്കി പറഞ്ഞു തന്നിരിക്കുന്നത്. ഞാൻ ചില കാര്യങ്ങൾ പറയാം, ശ്രദ്ധയിൽപ്പെടുത്താൻ. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തായ നമുക്ക് എങ്ങനെയാണ് ഏറ്റെടുക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തരാൻ ഖുർആനിലൂടെ ആ പ്രവാചകനെ പരിചയപ്പെടുത്തിയ രീതി എങ്ങനെയാണെന്നറിയോ? ചില ഉലമാക്കൾ പറയാറുണ്ട്, നിങ്ങൾ പരിശോധിച്ച് നോക്കി, അള്ളാന്റെ ഒരു വിളിയുണ്ടല്ലോ ഖുർആനിൽ, യാ ആദം, യാ നൂഹ്, യാ ഇബ്രാഹിം, യാ മൂസ, യാ ഈസ, പേര് വെച്ചിട്ട് നിങ്ങൾ ഖുർആൻ 6000 ചില്ലാനം ആയത്തുകൾ അരിച്ചു പറക്കി നോക്കി, ഓരോ അക്ഷരം മാറ്റിയിട്ട് ഒരൊറ്റ വിളി എങ്ങനെ ഉണ്ടാവൂല? യാ മുഹമ്മദ്. ഇല്ല, ഇത് അള്ളാഹ്ക്ക് വിളിക്കാൻ കഴിയാത്തോണ്ടാ? ആദം നബിനെ അള്ളാഹ് അങ്ങനെയല്ലേ വിളിച്ചത്, ഇബ്രാഹിം ഖലീൽ അങ്ങനെയല്ലേ വിളിച്ചത്, നൂഹിനെ അങ്ങനെയല്ലേ വിളിച്ചത് അലൈഹി വസ്സലാത്തു വസ്സലാം. പക്ഷെ എന്റെയും നിങ്ങളുടെയും കരളിന്റെ കഷണമായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചപ്പോ എന്താ വിളിച്ചെന്നറിയോ? യാ അയ്യുഹൻ നബി, യാ അയ്യുഹൻ നബി, യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ. എന്തിനാ? അല്ലാഹു റസൂലിനെ ആദരിച്ചല്ലോ, ബഹുമാനിച്ചു വിളിച്ചല്ലോ. എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തരാൻ, ഞാൻ എൻ്റെ നബിനെ എത്ര പരിഗണിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കോളാൻ. ഞാൻ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും, ഖുർആൻ സൂറത്തുൽ ഹുജറാത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി ولا تجهروا له بالقول كجهر بعضكم بعضا أن تحبط أعمالكم وأنتم لا تشعرون. എന്തായി സംഗതി? പ്രിയപ്പെട്ടവരെ, എന്തായി ആയത്തിന്റെ അർത്ഥം? റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ തോരണം തൂക്കിയ റസൂലുള്ളാഹിനെ മനസ്സിലാവില്ല. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ ഉള്ളിൽ നിന്ന് പ്രവാചകനെ വലിച്ചെടുക്കണം, ഒപ്പിയെടുക്കണം. ജീവിതത്തിന്റെ അടിമുടി മുഹമ്മദ് മുസ്തഫാനെ മുറുകെ പിടിക്കാൻ ഈ ഒരൊറ്റ ആയത്ത് മതിയാകും സത്യവിശ്വാസിക്ക്. തമസ്സക്കു എന്ന് പറഞ്ഞല്ലോ, നെഞ്ചോട് ചേർക്കാൻ, ഹബീബായ തങ്ങളുടെ ശരീരക്കപ്പുറത്തേക്ക് ഒരു ചുവട് വെക്കാൻ, മനസ്സ് മടിക്കാൻ ഒരൊറ്റ വാക്ക് മതി. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. എന്താ വാക്കിന് അർത്ഥം എന്ന് പറഞ്ഞു പറയും. സഹാബാക്കളെ, എന്റെ നബിന്റെ മുന്നിൽ നിന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ എന്റെ റസൂലിനേക്കാളും വലിയ ശബ്ദത്തിൽ സംസാരിച്ചു പോകരുത്. താക്കീത്. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ കജഹരി ബഅദികും ലിബഅദ്. നിങ്ങൾ പരസ്പരം വർത്തമാനം പറയും പോലെ ഒച്ചയിട്ട് എന്റെ നബിയോട് സംസാരിക്കരുത്. ഇതെന്റെ റസൂലാണ്, മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്.
പരിഗണിച്ചോളണം, ആദരിച്ച് വർത്താനം പറഞ്ഞോളണം. എന്തിനാ അള്ളാഹു പറഞ്ഞത്? നമ്മുടെ നബിയെ ആരാണ്? മുത്ത് മുഹമ്മദ് സല്ലല്ലാഹ്. നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ടു മദീനത്ത്. നബിയുടെ ഉപ്പ അബ്ദുള്ള, ഉമ്മ ആമിന നബിയാണ്. ഖലാസ്, കഴിഞ്ഞില്ലേ? റസൂലിനെ പറ്റിയുള്ള അറിവ് കഴിഞ്ഞില്ലേ? അള്ളാഹുവിന്റെ സൂറത്തുൽ ഹുജറാത്തിന്റെ തുടക്കത്തിലെ താക്കീതാണ്. അഥവാ നിങ്ങൾ അങ്ങനെ ചെയ്താൽ, എന്റെ നബിന്റെ മുന്നിൽ ശബ്ദം ഉയർത്തി വർത്താനം പറഞ്ഞാൽ, നബിനെ മുമ്പിൽ ഇരുത്തിയിട്ട് നിങ്ങൾ പരസ്പരം വർത്താനം ഉച്ചത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ അറിയാണ്ട് നിങ്ങൾ അമല് പൊളിഞ്ഞു പോകും, ഞാൻ ബാത്തിലാക്കി കളയും, അവരെ ഞാൻ കബൂലാക്കൂല. എന്താ പ്രശ്നം? റസൂലിനെക്കാളും വലിയ ശബ്ദത്തിൽ സംസാരിക്കുന്നത്. എന്താ അള്ളാഹു കൊടുത്ത പവർ? എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രസംഗിക്കുന്ന എന്നോട് എൻ്റെ ആദ്യത്തെ ചോദ്യം, ഖുർആനിൽ അല്ലാഹ് ഇങ്ങനെയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞതെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ഖൽബിൽ എവിടെയാണുള്ളത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സത്യം പറഞ്ഞാൽ നാവുകൊണ്ട് വെറുതെ പറയുന്നല്ലേ? എനിക്കിഷ്ടമാണ്, എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ, കരളിൻ്റെ കഷ്ണമാണ്, അതാണ് ഇതാണെന്നെല്ലാം സത്യം പറഞ്ഞാൽ നഫ്സിനോട് ചോദിച്ചു, ഇസ്തഫ്തി ഖൽബക്, സ്വന്തത്തിനോട് ചോദിച്ചു നോക്കിയേ. അള്ളാഹു നമുക്ക് പറഞ്ഞെന്ന പോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റെടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? ഇങ്ങനെ അള്ളാഹു പറഞ്ഞത് തീർന്നോ? ഒരു ദിവസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് വന്നതിന് ശേഷം അള്ളാഹു പരിഗണിച്ച രീതി പറയാണ്, എത്ര പവർ അള്ളാഹ് കൊടുത്തെന്ന് പറയാൻ. എന്നിട്ട് എങ്ങനെയാണ് നമ്മൾ കാണേണ്ടതെന്ന് മനസ്സിലാക്കാൻ. ഞാനീ പറയുന്നതിൻ്റെ പേരാണ് മദ്ഹുർ റസൂൽ. മനസ്സിലായോ? ഞാനീ പറയുന്നതിൻ്റെ പേരാണ് മദ്ഹുർ റസൂൽ എന്ന് വെച്ചാൽ പ്രവാചകനെ പുകഴ്ത്തുക, പ്രവാചകന്റെ കീർത്തനം പറയുക. പറയുന്നാക്കും തിരിയണം, കേൾക്കുന്നാക്കും തിരിയണം. പിന്നെ എന്തല്ല അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. മദീനത്തെത്തി. സഹാബക്കൾ പറയാണ്, നിസ്കാരം കഴിഞ്ഞ സലാം വീട്ടി കഴിയുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നോക്കും ആകാശത്തിൽ. ഒന്നും പറയുന്നൊന്നുമില്ല, ഒന്നും പറയുന്നത് കേൾക്കുന്നില്ല, ഇങ്ങനെ നോക്കുന്നു. ഇടക്കിടക്ക് മദീന പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങും, ഇങ്ങനെ നോക്കും. എന്നിട്ട് കഅബയുടെ ഭാഗത്തേക്ക് നോക്കും, മക്കയുടെ ഭാഗത്തേക്കും നോക്കും. ഇതിങ്ങനെ ആവർത്തിക്കുന്നു കുറേ നാളായി. ഒരു ദിവസം ജിബ്രീൽ വന്നു. പ്രിയപ്പെട്ട അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകന് കൊടുത്ത ബഹുമതി ഒന്ന് മനസ്സിലാക്കണേ. ജിബ്രീൽ വന്നു. എന്താ ഓതി കൊടുത്തറിയോ? قد نرى تقلب وجهك في السماء قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها. അണ്ടർലൈൻ, അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام. മക്കൾ പറഞ്ഞെന്താ അറിയോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെന്ത് സലാത്ത് പറയാത്ത? പറഞ്ഞേ പറ്റൂ. മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചൊരു സംഗതി ഉണ്ടായിരുന്നു. എന്താ അറിയോ? പരിശുദ്ധ കഅബാലയം ഒന്ന് ഖിബിലയായിട്ട് കിട്ടിയെങ്കിൽ. ബൈത്തുൽ മുഖദ്ദസാണ് ഖിബില, പ്രവാചകന്മാരുടെ എല്ലാവരും ഖിബില. പക്ഷെ റസൂലുള്ളാഹി തങ്ങൾക്ക് കഅബത്തിനോട് വല്ലാത്തൊരു ഇഷ്ടം, അതെങ്ങനെങ്കിലും ഒന്ന് ഖിബിലയായി കിട്ടണം. പക്ഷെ അള്ളാഹിനോട് പറയാനും കഴിയുന്നില്ല. ഇതിങ്ങനെ നോക്കുന്നതിനറിയോ? മനസ്സിൻ്റെ ആശ മോളുള്ളവനെ അറിയിക്കുകയാണ്. നിങ്ങൾ നോക്കിയിട്ട് അള്ളാഹു അതേ ആയത്ത് തിരിച്ചു പറഞ്ഞു, ഖദ് നറാ, നബിയെ ചിലപ്പോഴൊക്കെ നാം കാണുന്നു, തഖല്ലുബ വജ്ഹിക ഫിസ്സമാ, നിങ്ങൾ ആകാശത്തേക്ക് ഇങ്ങനെ മുഖം തിരിക്കുന്നത്, അതെന്താന്ന് എനിക്കറിയാം. ഇത് ഹബീബിൻ്റെയും മഹബൂബിൻ്റെയും വർത്താനാണ്. ഇങ്ങനെ ദുനിയാവിൽ ഏറ്റവും അധികം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ട അങ്ങോട്ടും ഇഷ്ടപ്പെട്ട ഹബീബിൻ്റെയും മഹബൂബിൻ്റെയും വർത്താനാണ്. തഖല്ലുബ വജ്ഹിക ഫിസ്സമാ, ഇങ്ങനെ നോക്കുന്നില്ലേ? മനസ്സിലായി? ഫലനുവല്ലിയന്നക, തീർച്ചയായും ഞാൻ നിങ്ങളെ തിരിക്കും, ഖിബിലതൻ, ഒരു ഖിബിലയിലേക്ക്. എന്താ എൻ്റെ പ്രത്യേകത? തർദാഹ, നിങ്ങൾക്ക് ആ ഖിബില തൃപ്തികരമാണ്, നിങ്ങൾക്കത് തൃപ്തികരമാണ്, നിങ്ങളുടെ ഇഷ്ടം അതാണ് എങ്കിൽ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, ഇനി ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയണ്ട, കഅബ ഖിബിലയായിട്ട് എടുത്തോളൂ. ഈ പരിഗണന ആകാശത്തിൻ്റെ മോളിന്ന് അർശിൻ്റെ മോളിന്ന് ഉടമസ്ഥനായ അള്ളാഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്തായിരിക്കും അള്ളാഹു കൊടുത്ത പരിഗണന?
ഒരു ദിവസം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഃഖിതനായിട്ടിരിക്കുകയാണ്. ഭയങ്കര വിഷമം. റസൂലുള്ളാഹിന്റെ സന്തോഷത്തിൻ്റെയും വിഷമത്തിൻ്റെയും പ്രത്യേകത എന്താ അറിയോ? മുഖത്ത് കാണാൻ പറ്റും. കാരണം ഉള്ളിൽ ക്ലിയറാണ്, ഒളിപ്പിച്ചു വെക്കൂല. സങ്കടം വന്നാലും മുഖത്ത് കാണും, ദേഷ്യം വന്നാലും കാണും, സന്തോഷം ഉണ്ടെങ്കിലും കാണും. ഒരു ദിവസം നോക്കുമ്പോൾ ഭയങ്കര സങ്കടം. ഭാര്യമാരൊക്കെ അടുത്തുണ്ട്. അബൂബക്കർ സിദ്ദീഖ് വന്നു റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ ആരാണ്? അമ്മോശനാണ്. കയറാൻ അനുവാദം കൊടുത്തില്ല, പുറത്ത് നിർത്തി. അത്ര സങ്കടത്തിലാണ്. ഉമർ വന്നു റളിയല്ലാഹു അൻഹു. അതാരാണ്? രണ്ടാമത്തെ അമ്മോശൻ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ഉപ്പ അമ്മോശനാണ്. രണ്ട് അമ്മോശന്മാരെയും പുറത്തുനിന്ന് കയറ്റുന്നില്ല. അത്ര വിഷമത്തിലാണ്. കാര്യം അന്വേഷിച്ചപ്പം എന്താ സംഗതി എന്നറിയോ? ഭാര്യമാരെല്ലാവരും കൂടെ ചെലവിൻ്റെ പൈസ അധികം ചോദിച്ചു. സൂറത്തുൽ അഹ്സാബ്. ചെലവിൻ്റെ പൈസ അധികം ചോദിച്ചു. അത് റസൂലുള്ളാഹിന്റെ മനസ്സിനെ വല്ലാണ്ട് കൊണ്ടു. ആ സങ്കടത്തിലായിരിക്കുന്ന ചുറ്റും ഭാര്യമാരുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു രണ്ടാമതും ആവർത്തിച്ച് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി രണ്ടാളെയും വിളിച്ചു. രണ്ടാളും വന്നു. റസൂലുള്ളാഹി ചിരിക്കുന്നില്ല, മുഖം വിവർണമാണ്. ഭാര്യമാരൊക്കെ വലിയ സങ്കടത്തിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വർത്താനം പറഞ്ഞു, മറുപടി ഒന്നുമില്ല. ഉമർ പറയാണ് റളിയല്ലാഹു അൻഹു, ഞാനൊന്ന് ചിരിപ്പിക്കാൻ ശ്രമിച്ചു റസൂലുള്ളാഹിനെ. ഞാൻ പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഈ സെയ്ദിന്റെ മോളുണ്ടല്ലോ, അഥവാ ഭാര്യ, ഉമറിന്റെ ഭാര്യ, പല പേര് മറ്റാ പറയുന്നു, ഈ സെയ്ദിന്റെ മോളുണ്ടല്ലോ, എന്നോടെങ്ങാനും ചെലവിന് പൈസ അധികം ചോദിച്ചിരുന്നെങ്കിൽ അവളെ പേരടിക്കാൻ അടി കൊടുത്തേനെ. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി ചിരിച്ചുപോയി. എത്ര ചിരിച്ചെന്നറിയോ? ഈ പല്ല് നവാജി അത് പുറത്തു വരും പോലെ ചിരിച്ചുപോയി ഈ സമയത്ത് ഈ തമാശ കേട്ടപ്പോൾ. റസൂലുള്ളാഹി പറയാണ്, സുബ്ഹാനല്ലാഹ്, എന്തു നല്ലൊരു പ്രവാചകനാണ്. നിങ്ങളറിയോ അമ്മോശന്മാരോട്, നിങ്ങളറിയോ എൻ്റെ ഭാര്യമാർ എന്നോട് പൈസ അധികം ചോദിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് ആയിഷ ബീവിൻ്റെ നേരെ പോയി ദേഷ്യം പിടിച്ചിട്ട്. മൗലവി ഫാറൂഖ് ഹഫ്സന്റെ നേരെ പോയി. റസൂലുള്ളാഹി തങ്ങൾ തടഞ്ഞു. പക്ഷെ അപ്പുറത്ത് ജിബ്രീൽ വന്നു. അർശിന്റെ ഉടമസ്ഥൻ ആയത്തും കൊണ്ട് ജിബ്രീലിനെ നിയോഗിച്ചു. എന്റെ ഹബീബിന്റെ മനസ്സിന് വേദന ഉണ്ടാക്കരുത്, എന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ വിഷമിപ്പിക്കരുത്. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക ഇൻ കുൻതുന്ന തുരിദുന അൽഹയാത അദ്ദുനിയ വസീനതഹാ ഫതആലൈന ഉമത്തിഉകുന്ന വഉസബ്ബിഹുകുന്ന സറാഹൻ ജമീലാ. നബിയേ, നിങ്ങളുടെ ഭാര്യമാരോട് പറഞ്ഞേക്ക്, നിങ്ങൾക്ക് ദുനിയാവാണ് വേണ്ടതെങ്കിൽ എന്റെ പ്രവാചകന്റെ ഭാര്യാപദം അലങ്കരിക്കാൻ നിങ്ങൾക്ക് അർഹതയില്ല, ഒഴിവാക്കിത്തരാം. പോയാലെങ്കിൽ കെട്ടി ജീവിച്ചോടി, എന്റെ റസൂലിന്റെ കൂടെ ജീവിക്കാൻ നിങ്ങൾ ഞാൻ സമ്മതിക്കൂല. കടുപ്പപ്പെട്ട ഭാഷയിലായത്ത് വന്നത്. ഇനി അള്ളാനെ വേണ്ടത്, അള്ളാന്റെ റസൂലിനെ വേണ്ടത്, ആഖിറമാണോ വേണ്ടത്? അടങ്ങി ഒതുങ്ങി ഉള്ളിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ തയ്യാറാണെങ്കിൽ കൂടെ നിന്നോ. രംഗമാകെ വഷളായി. ആയത്ത വന്നിരിക്കുന്ന ഖുർആനിൽ ഹബീബിന്റെ മനസ്സിന് വേദനിച്ചപ്പം അർശിന്റെ മുകളിലെത്തി. ഇതാ അള്ളാഹ് കൊടുത്തിരിക്കുന്ന പരിഗണന. ഞാൻ ഇത് പറയുന്നത് എന്തിനാ അറിയോ? ഇത് പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നമ്മളാകുന്ന മുഅ്മിനീങ്ങളും നമ്മൾ കൊടുത്തിരിക്കുന്ന പരിഗണന എത്രയുണ്ട് എന്ന് അളന്നു നോക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണല്ലോ നമ്മൾ ഹുബ്ബുർ റസൂലിന്റെ പരിപാടി വെക്കുന്നത്. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹിക്കും സങ്കടമായി. കാരണം എന്താ അറിയോ? കൂട്ടത്തിൽ ആയിഷയുണ്ട്, മുമ്പിൽ ആയിഷയുണ്ട്. ആയിഷയാണെങ്കിൽ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര സ്നേഹമാണ്. ഒരു സഹാബി ചോദിച്ചു, യാ റസൂലുള്ളാഹി മൻ അഹബ്ബുൻ നാസി ഇലൈക്, ആരാ നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടം? അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യവും നോട്ടമൊന്നുമില്ല. ആയിഷ, ആയിഷ, എനിക്കിഷ്ടം എൻ്റെ ആയിഷനോട്. ഖാല സുമ്മമൻ, പിന്നാരോടാ? അബൂഹ, ഓളെ ഉപ്പാനോട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഭയങ്കര ഇഷ്ടം. റസൂലുള്ളാഹിക്ക് ടെൻഷനായി. ഇനിയിപ്പോൾ ഈ ആയത്ത് കേട്ടിട്ട് ആയിഷാറ്റ് എന്നെ വേണ്ടെന്ന് പറഞ്ഞിക്കോ, ഭയങ്കര വിഷമായി. ആദ്യം പോയത് ആയിഷാൻ്റെ അടുത്തേക്കാണ്. ആയിഷ, അള്ളാഹു ഇങ്ങനെ രണ്ടായത്ത് ഇറക്കിയിട്ടുണ്ട്. ദുനിയാവ് വേണമെങ്കിൽ എന്നെ ഒഴിവാക്കിയിട്ട് പോയിക്കൊള്ളണം, അള്ളാഹിനെ റസൂലിനെ ആഖിറ വേണ്ടതെങ്കിൽ എൻ്റെ പേര് ജീവിച്ചോളണം. നീ ഒരു കാര്യം ചെയ്യും, തീരുമാനം പറ. ആയിഷ പറഞ്ഞു, എനിക്ക് തീരുമാനിക്കാനൊന്നുമില്ല. ആയിഷ, നീ ധൃതി കൂട്ടല്ല, നിൻ്റെ ഉപ്പാനോടും ഉമ്മാനോടൊന്ന് മശൂറ ചെയ്തിട്ട് വാ. അപ്പോൾ ആയിഷ പറഞ്ഞൊരു വാക്കുണ്ട്. കാരണം എന്താ അറിയോ? ആയിഷ ബീവിക്ക് ഭർത്താവ് എന്നതിൻ്റെ അപ്പുറത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു ജീവിതം. അഫീഹാദ, അങ്ങനെ നബിയെ, ഈ കാര്യത്തിൽ ഞാൻ എൻ്റെ ഉപ്പാനോട് ഉമ്മയുടെ അഭിപ്രായം ചോദിക്കാനോ അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല. ഇഖ്തർത്തുല്ലാഹ വ റസൂല, ഞാൻ അള്ളാഹിനെയും അള്ളാഹിൻ്റെ റസൂലിനെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. ആരംഭപ്പൂവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം പ്രക്ഷോഭിതമായി. നേരെ മറ്റു ഭാര്യമാരെ റൂമിലേക്ക് ചെന്നു. ഇതാ
എന്റെ ആയിഷ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു കേട്ടോ, അള്ളാഹുവിനെ റസൂലിനെയും തെരഞ്ഞെടുത്തു, നിങ്ങൾ എന്താ പറയുന്നത്? നഖൂലു കമാ ഖാലത്ത് ആയിഷ. അവരെല്ലാരും പറഞ്ഞു നമ്മളും ആയിഷ പറയും പോലെ തന്നെയാണ്. പ്രശ്നം സോൾവ് ആക്കിയത് ഉടമസ്ഥന്റെ തീരുമാനം വന്നപ്പോഴാണ്. അഥവാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ്ക്ക് അത്ര വേണ്ടപ്പെട്ട ആളാണ്. അപ്പോഴാണ് നമ്മൾ ഈ ആർപ്പിക്കനെ കണ്ടിട്ട് പേടിക്കുന്നു. അപ്പോഴാണ് നമ്മൾ ഈ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റയിലും ഒക്കെ ഓരോരുത്തൻ്റെ വീഡിയോ എല്ലാം കണ്ടിട്ട് അത് റസൂലിന് എന്തെങ്കിലും ആയിപ്പോവോ, ഇസ്ലാം അങ്ങനെ ആയിപ്പോവോ? ഒരു ചുക്കും സംഭവിക്കൂല. ഇതിനെക്കാട്ടി വലുത് വന്നു. അടുത്ത വാക്ക് ഏതാ? അലം യഅലം ബി അന്നല്ലാഹ യറാ. ഇതൊക്കെ ഖിയാമത്ത് വരെ ഇങ്ങനെ നിൽക്കുന്ന വാക്കുകൾ. നമ്മൾ റസൂലിന്റെ സംരക്ഷണമായിട്ട്, ഉമ്മത്തിന് സമാധാനമായിട്ട്, ദുനിയാവിൽ ആര് കളിച്ചാലും അതിന്റെ അപ്പുറത്ത് അള്ളാഹ് പറഞ്ഞ ഈ വാക്ക്. ഇതിനെപ്പറ്റി പറയുന്നത് അറിയോ? അടിമ നിസ്കരിക്കാൻ വേണ്ടി വന്നപ്പം തടയാൻ വേണ്ടി ശ്രമിച്ചോനെ കണ്ടില്ലേ? അവൻ ആരാന്നറിയോ? അബൂജഹൽ. ധാരണ പറയാൻ മുഹമ്മദ് ഇങ്ങോട്ട് വരട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ, ഞാൻ കാണിച്ചു കൊടുക്കാം. അങ്ങനെ ഭയങ്കര ശൂരനായിട്ട് നിൽക്കുക, ആൾക്കാർക്ക് ഇങ്ങനെ കാത്തു നിൽക്കുക. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു, കൂളായിട്ട് നിസ്കരിച്ചു, അങ്ങ് പോവുകയും ചെയ്തു. അതിനെപ്പറ്റി അള്ളാഹ് പറയാൻ, നബിയെ അബൂജഹൽ അങ്ങനത്തൊരു വീരവാദവും മുഴക്കിയിട്ടാണ് ഇരിക്കുന്നത്. അലം യഅലം ബി അന്നല്ലാഹ യറാ. ഇതെന്താ ഓനെ അറിയില്ലേ? അള്ളാഹു ഓനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൻ ആരെ അടിക്കാൻ പോയത്? ഓനെ ആരെ എറിയാൻ പോയത്? എൻ്റെ ഹബീബിനെയോ? ഞാൻ പിടികൂടുമ്പോൾ വന്നെങ്കിൽ ഇത് അബൂജഹൽ അറിഞ്ഞു. ഓൻ പറഞ്ഞെന്താ അറിയോ? മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ആരാന്നറിയോ? മക്കത്ത് നേതാവ്. എനിക്ക് എത്ര അനുയായികൾ ഉണ്ടെന്നറിയോ? ഞാൻ വലിയ പൈസക്കാരനുവാ. ഞാൻ വിളിച്ച എത്ര ഗോത്രവർഗങ്ങൾ വരുമെന്നറിയോ? വിളിക്കണോ? നീ വല്ലാണ്ട് പേടിപ്പിക്കൊന്നും വേണ്ട. മറുപടി കൊടുത്തത് അല്ലാഹുവിന്റെ റസൂലല്ല, ഉടമസ്ഥനായ റബ്ബ്. ഇങ്ങനെ പിന്നെ നമ്മളൊരു ആർപ്പിക്കിനെ പേടിക്കുന്നു, ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിന്റെ കമന്റ് എല്ലാം വായിച്ചു നോക്കുമ്പോൾ മുസ്ലിം ഉമ്മത്തിന് എന്തോ ഒരു ഭയമുള്ള പോലെ. ഒന്നും സംഭവിക്കൂല. നബിയേ അബൂജഹലിനോട് വിളിച്ചോണ്ടരാൻ പറ. അങ്ങക്കെതിരെ ശത്രുപക്ഷത്ത് അണിനിരത്താൻ ആരൊക്കെ വിളിക്കാൻ പറ്റുമോ വിളിക്കാൻ പറ. ഞാൻ എന്റെ പട്ടാളക്കാരെ ഇറക്കാം, നോക്കാല്ല ആരാ ജയിക്കാന്ന്. ഇങ്ങനെ ജബാനിയത്ത് എന്ന് പറഞ്ഞാൽ അദാബിന്റെ മലക്കുകൾക്ക് പറയുന്ന പേരാണ്. ഞാൻ എന്റെ മലക്കിനെ ഇറക്കാം, നമുക്ക് നോക്കാല്ല ആരാ രക്ഷപ്പെടാന്നുള്ളത്. ഞാൻ പറയുന്ന ഖുർആനാണ്. ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്ന സ്ഥാനമാണിത്, ആദരവാണിത്. ഇനി ആഖിറത്തിലോ? ഇത് ദുനിയാവിന്റെ കഥയാ പറഞ്ഞത്. ഇനി ആഖിറത്തിലോ? പണ്ട് കേട്ടൊരു പാട്ടില്ലേ, യൗമ യദഉ ആദമും വഅംബിയാ നഫ്സി 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 നഫ്സിയാ യൗമ യദഉ ഖൈറു ഖൽഖിൽ അംബിയാ ഉമ്മതി യാ ഉമ്മതി യാ ഉമ്മതി. ഇത് വെറും വാക്കാ? വല്ലാഹി അല്ലാഹുവാണ് സത്യം. ഇബ്രാഹിം നബിക്ക് നാളെ ആഖിറത്തിൽ പേടിയാണ്, വിറക്കും. അള്ളാഹിനോട് നേർക്കുനേരെ വർത്താനം പറഞ്ഞ മൂസ നബിക്ക് പേടിയാണ്. അബുൽ ബഷർ നൂഹ് അലൈഹിസ്സലാം, ആദ്യത്തെ റസൂല്, 950 കൊല്ലം തൗഹീദിന്റെ ദഅവത്ത് ചെയ്ത ആള്, പേടിയാണ് നാളെ ആഖിറത്തിൽ. പേടിയാണ്. ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം പേടിയാണ്. ഇബ്രാഹിം നബിയെ പറ്റി റസൂൽ പറഞ്ഞെന്താ അറിയോ? മുട്ടുകാല് കുത്തി നിന്ന് വിളിക്കുന്നുണ്ടാവും, യാ റബ്ബി സല്ലിം യാ റബ്ബി സല്ലിം, റബ്ബേ കാക്കണേ റബ്ബേ കാക്കണേ എന്ന്. എല്ലാവരും പേടിയിലാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ഒരു ഗുസലില്ല, അങ്ങനത്തെ ഒരു ഭയവുമില്ല. വലസൗഫ യുഅതീക റബ്ബുക ഫതർദ, ഒരു ടെൻഷനും ഇല്ല. ഉമ്മത്തിൻ്റെ കാര്യം ഓർത്തിട്ടുള്ള സങ്കടത്തിലാണ്. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഞാനും നിങ്ങളും നമ്മളെക്കുറിച്ച് ഓർത്തിട്ടുള്ള പ്രയാസത്തിലാണ്. അപ്പോഴായിരിക്കും എൻ്റെ റബ്ബ് പറയുക, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ചെയ്തോളി, ഞാൻ എൻ്റെ ഉടമസ്ഥൻ്റെ അർശിൻ്റെ മുമ്പിൽ സുജൂദിലങ്ങ് വീഴും, ഞാൻ എൻ്റെ റബ്ബിനങ്ങ് പുകഴ്ത്തും, കുറേ നേരം പുകഴ്ത്തും. കുറേ കഴിയുമ്പോൾ അല്ലാഹു വിളിക്കും, യാ മുഹമ്മദ് ഇർഫഅ റഅസക് വശ്ഫഅ തുശഫഅ
വസ്അൽ തുഅത. മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം എണീക്ക്, എന്താ വേണ്ടത് ചോദിച്ചോളി, പറഞ്ഞോളി, ഞാൻ സ്വീകരിക്കും, ഞാൻ തരും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ചെയ്തതിന് ശേഷമാണ് ഉടമസ്ഥനായ റബ്ബ് ബാക്കി കാര്യങ്ങളെ പരിഗണിക്കുക. ദുനിയാവിലും അങ്ങനെ തന്നെ, ആഖിറത്തിലും അങ്ങനെ തന്നെ. ഇനി സ്വർഗത്തിലേക്ക് പോയാലും, സ്വർഗത്തിലേക്ക് പോയാൽ അന അവ്വലു മൻ അത്റഖു ബാബൽ ജന്ന, ഞാൻ ആ സ്വർഗത്തിന്റെ വാതിൽ ആദ്യമായിട്ട് മുട്ടുക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാണ്ട് ആർക്കും പ്രവേശനമില്ല അങ്ങോട്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങനെ പരിഗണിച്ചിരിക്കുന്നു എങ്കിൽ ഞാനും നിങ്ങളും എത്ര പരിഗണിക്കണം. ആ പരിഗണനൻ്റെ പേരാണ് ഹുബ്ബുർ റസൂൽ. ഞാൻ കൊണ്ട് പറയുന്നതിൻ്റെ പേരല്ല ഹുബ്ബുർ റസൂൽ. അതാർക്കും പറയാമല്ലോ. നരം വെളുക്കുന്നവർ പ്രസംഗിക്കാൻ പറ്റൂല. നമുക്ക് റസൂലുള്ളാഹിയുടെ ചരിത്രം പറഞ്ഞാൽ തീരൂല. വർത്തമാനത്തിലല്ല, ഈ പരിഗണന, ഈ ആദരവ്, ഈ ബഹുമാനം, ഈ എന്തൊരു പറയാ, ഈ നെഞ്ചിലേറ്റൽ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഹുബ്ബുർ റസൂൽ. ഒരു മക്കൾ പറഞ്ഞു, മനുഷ്യന്മാരെ നമ്മക്കേ ഉള്ളൂ അത് കുറവ്. ഉഹദ് മല സ്നേഹിച്ചു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ഉഹദുൻ ജബലുൻ യുഹിബ്ബുന വനുഹിബ്ബുഹു, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്ന മലയാണ് ഉഹദ് മല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബുഖാരിയുടെ റിപ്പോർട്ടാണ്. കല്ല് സലാം പറഞ്ഞില്ലേ, വല്ലാഹി ഇന്നി ലഅഅരിഫു ഹജറൻ കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബ്അസ്. മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്. ഞാൻ നബിയായി വരുന്നതിന് മുമ്പ് എന്നെ വിളിച്ച് സലാം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കല്ലിനെ എനിക്കറിയാം. വല്ലാഹി ഇന്നി ലഅഅരിഫുൽ ആൻ. പറഞ്ഞ വാക്കതാണ്, ഇപ്പോഴും എനിക്ക് ആ കല്ലിനെ അറിയാം, എന്നോട് സലാം പറഞ്ഞ കല്ല്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ, മദീന പള്ളിയിൽ സാധാരണ ഖുതുബ നടത്തുന്നത് ഒരു ഈത്തപ്പഴത്തിന്റെ തടിയാണ്. ഈത്തപ്പഴത്തിന്റെ മരം ചെത്തിയിട്ട് അതിന്റെ മുകളിൽ നിൽക്കും, അതിന്റെ മുകളിൽ ഇരിക്കും, ചിലപ്പോൾ കുത്തി നിൽക്കും, ചാരി നിൽക്കും. ഇങ്ങനെയൊക്കെയാണ് ഖുതുബ നടത്തുക. ആൾക്കാർ കൂടി പള്ളി, ഒരു പെണ്ണുങ്ങള് പള്ളിയിലെ വേക്കുന്നു. ഈ ഹദീസ് വെച്ചിട്ട് ഒരു വാക്ക് പറയും, റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ആരുണ്ടായിരുന്നു? പെണ്ണുങ്ങളുണ്ടായിരുന്നു. ആ സ്ത്രീ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എൻ്റെ അടുത്ത് ഒരു അടിമയുണ്ട്, നല്ല ആശാരിയാണ്, ഞാൻ നിങ്ങൾക്കൊരു മെമ്പർ ഉണ്ടാക്കി തരട്ടെ. സ്വയം പറഞ്ഞു, ആയിക്കോട്ടെ. 3 സ്റ്റെപ്പുള്ള മനോഹരമായൊരു മെമ്പർ ഉണ്ടാക്കി കൊടുത്തു ആ സ്ത്രീ. പിറ്റേന്ന് ഖുതുബ നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഴയ മെമ്പറിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റേ മെമ്പറിൽ കയറി. അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയാൻ, ആ ഈത്തപ്പഴത്തിൻ്റെ മരത്തടി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വേർപാടിൻ്റെ പേരിൽ കരയുന്നത് കേട്ടു. തഹിന്നു എന്ന് പറഞ്ഞാൽ നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്നുള്ള പുകച്ചൽ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മെമ്പറിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്നു, അവിടെ നിന്ന് കൈവച്ചു. അപ്പോഴാണത് മിണ്ടാതിരുന്നത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ തലോടിയിട്ടില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ കരയുമായിരുന്നു. ആര്? ഒരു മരത്തടി. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ മഅ്ശറൽ മുസ്ലിമീൻ, ഏ മുസ്ലിമീങ്ങളെ, അൽ ഖശബ, ഒരു മരക്കഷണം, തഹിന്നു ലി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ ഞാൻ നെഞ്ചുരുകി കരയുന്നു. നിങ്ങളല്ലേ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി കരയേണ്ടത് യഥാർത്ഥത്തിൽ മരത്തടിയേക്കാൾ അധികം. ഉണ്ടോ നമുക്കത്? നമ്മളെ പുറക്ക് കല്യാണം നടത്തുമ്പോൾ റസൂലുള്ളാഹിനെ ഓർക്കലുണ്ടോ? ഞാൻ എന്നോട് ചോദിക്കുന്നു, നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക. നമ്മൾ ഒരിക്കലും മംഗലം വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ ഓർക്കലുണ്ടോ? നാട്ടടപ്പല്ലേ നോക്കുക, ആചാരല്ലേ നോക്കുക, കാരണവന്മാര് പറയുമ്പോഴല്ലേ ചെയ്യുക, ചങ്ങാതിമാര് പറയുമ്പോഴല്ലേ ചെയ്യുക. ആദർശബോധമുള്ള, തൗഹീദ് അറിയാവുന്ന, സുന്നത്ത് അറിയാവുന്ന, മുഹമ്മദ് മുസ്തഫാനെ പരിചയമുള്ളവർ പോലും നാട്ടുനടപ്പിനനുസരിച്ചല്ലേ കല്യാണം കഴിക്കുക ഇല്ലേ? ഹുബ്ബുർ റസൂൽ പ്രസംഗിക്കാനുള്ളതല്ല പ്രിയപ്പെട്ടവരെ, അടുക്കളയിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ് ഹുബ്ബുർ റസൂൽ. എൻ്റെ കല്യാണം ആരെ പോലെയാവണം? മുഹമ്മദ് മുസ്തഫാനെ പോലെയാവണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലേ? ഒരു കാര്യമില്ല, വെറും വർത്താനം മാത്രമേ ഉള്ളൂ. അല്ലാഹു പറയുന്ന എനിക്കും നിങ്ങൾക്ക് തൗഫീഖ് നസീബാക്കി തരട്ടെ. കാരണം എന്താ അറിയോ, ഇവിടെ പരിഗണിച്ചത് കുടുംബക്കാരെയാണ്, പരിഗണിച്ച ബന്ധുക്കളെയാണ്, നാട്ടുകാരെയാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം
എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സത്യവിശ്വാസികൾക്ക് അവരുടെ സ്വന്തം തടിയേക്കാൾ ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്. ഔല, നാട്ടുകാരിങ്ങനെ പറയുന്നു, പറഞ്ഞോട്ട്. ബന്ധുക്കൾ പിണങ്ങിക്കോട്ട്. ചെക്കൻ്റെ കുടുംബക്കാർ പിണങ്ങിയിട്ട് പോകും, പോട്ടറ വേറെ ചെക്കൻ വരൂടെ. എല്ലാം നമ്മളെ അയൽവാസികളൊക്കെ നമ്മളെ പിശുക്കാന്ന് വിളിക്കും, വിളിച്ചോട്ടറ. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ. എൻ്റെ വിഷയം ആരാന്നറിയോ? മുഹമ്മദുർ റസൂലുള്ളാഹ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സാലിഹാ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. അതാണ് ഹുബ്ബുർ റസൂൽ. നാട്ടുകാർ പറയുമ്പോൾ എന്ത് പറയണം? ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ്, എനിക്കെൻ്റെ പ്രിയപ്പെട്ട നേതാവിൻ്റെ സുന്നത്തനുസരിച്ചേ കാര്യം നടത്താൻ പറ്റൂ, അല്ലാണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ പറയും, എനിക്ക് നിൻ്റെ മോളെ വേണ്ട, അതുകൊണ്ട് പോയിക്ക് മോനെ, റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന ആരെങ്കിലും മോളെ കെട്ടാൻ വേണ്ടി വരും, അന്നേരം ഞാൻ കല്യാണം നടത്തും. വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. അതാണ് ഹുബ്ബുർ റസൂൽ. ഇല്ലേ, സഹാബത്ത് അങ്ങനെയല്ലേ സ്നേഹിച്ചത്? മറ്റെന്ത്? സുബ്ഹാന റബ്ബി. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈയും പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുകയാണ്. ഇങ്ങനെ കുലുക്കുന്നുണ്ട് ഹദീസിലുള്ള, കൈ പിടിച്ചിട്ട് ഇങ്ങനെ ആട്ടി ആട്ടി നടക്കുകയാണ്. അപ്പോൾ പറഞ്ഞു ഉമർ, യാ റസൂലല്ലാഹ് വല്ലാഹി ഇന്നി ലഉഹിബ്ബുക. നബിയെ, ഞാൻ നിങ്ങളെ എല്ലാത്തിനേക്കാളും സ്നേഹിക്കുന്നു, എൻ്റെ നഫ്സ് ഒഴിച്ച്. എനിക്ക് എൻ്റെ തടിനോട് കുറച്ച് സ്നേഹമുണ്ട്. മറുപടി എന്താ അറിയോ? ലാ യാ ഉമർ, ലാ യാ ഉമർ. ഉമറേ, നിൻ്റെ സ്നേഹം ശരിയായിട്ടില്ല. ഇപ്പോഴും എനിക്ക് വലുതാരെന്നെ? നിൻ്റെ നഫ്സന്നെ. എന്നെ നിങ്ങളൊക്കെ കണ്ട് എന്തായിരിക്കും അല്ലാഹു റസൂൽ പറയുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയുന്ന ഉമറിനോടാണ്. ഉമറിൻ്റെ കഥ പറയണ്ടല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക മിൻ നഫ്സി. അല്ലാഹു പറഞ്ഞ സത്യം, അല്ലാഹുവിൻ്റെ റസൂലേ, എൻ്റെ നഫ്സിനേക്കാളും എനിക്കിഷ്ടം നിങ്ങളോടാണ്. അപ്പോൾ പറഞ്ഞ മറുപടി എന്താണ്? അൽ ആന യാ ഉമർ. ഉമറേ, ഇപ്പോഴാണ് നിൻ്റെ സ്നേഹം സ്നേഹമായത്. സ്വന്തം നഫ്സ്, പിന്നെ ബാക്കിയുള്ള പറയണ്ടല്ലോ. ഇമാം സഅദി റഹ്മഹുല്ലാഹു തആല സൂറത്ത് തൗബൻ്റെ ആയത്തില്ലേ, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർളൗനഹാ. 8 കാര്യം: മാതാപിതാക്കൾ, മക്കൾ, പിന്നെ ഭാര്യമാര്, കുടുംബക്കാര്, കൂടപ്പിറപ്പുകൾ, കച്ചവടം, സ്വത്ത്, വീട്. ഈ 8 നിങ്ങൾക്കായാൽ അഹബ്ബ ഇലൈക്കും. ഞാൻ എൻ്റെ നഫ്സിനോടെന്ന പോലെ പറയാട്ടോ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായാൽ മിനല്ലാഹി, അള്ളാഹിനേക്കാൾ, വറസൂലിഹി, അള്ളാഹിൻ്റെ റസൂലിനേക്കാൾ, വജിഹാദിൻ ഫീ സബീലി, അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ ആയാൽ ഫതറബ്ബസൂ, നിങ്ങൾ കാത്തിരുന്നോളൂ, ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അള്ളാഹുവിൻ്റെ തീരുമാനവും കൊണ്ട് വരുന്നത്. ആയത്തിൻ്റെ തഫ്സീർ സഅദി റഹ്മത്തുള്ളാഹി എഴുതി, ഇത് യദുല്ലു അലാ വുജൂബി മുഹബ്ബത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കൽ നിർബന്ധമാണെന്നതിനെ തെളിയിക്കുന്ന ആയത്താണ് ഈ പറയപ്പെട്ട ആയത്ത്. അങ്ങനെയല്ലേ സഹാബാക്കൾ കാണിച്ചെന്ന്, സ്നേഹിച്ച് കാണിച്ചെന്ന്. ഒരു യുദ്ധസമയത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദഖ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. പൊതുവെ എങ്ങനെയാണ്? പള്ളിയിൽ വെച്ച് പറയും, ആൾക്കാർ കൊണ്ടുവരും. ചിലപ്പോൾ കുന്നുപോലെ ആവുന്ന പറഞ്ഞ പള്ളിയുടെ ഉള്ളിൽ കിട്ടിയ ആൾക്കാരുള്ളതെല്ലാം കൊണ്ടുപോയി വെക്കും. ഉമർ റളിയല്ലാഹു പറയാണ്, ഞാൻ ഇന്ന് അബൂബക്കറിനെ തോൽപ്പിക്കാൻ തീരുമാനിച്ചു. റളിയല്ലാഹു അൻഹു. മുസാബഖ വഫീ ദാലിക ഫൽ യതനാഫസിൽ മുതനാഫിസൂൻ. പ്രിയപ്പെട്ടവരെ, ദീനിൻ്റെ കാര്യം വരുമ്പം ഫൽ യതനാഫസിൽ മുതനാഫിസൂൻ, ഓടിക്കൊള്ളണം, മത്സരിച്ചോളണം. ഓനെ എന്നേക്കാളും അധികം കൊടുക്കാൻ ഞാൻ വിടൂല എന്നുള്ള വാശി എനിക്കുണ്ടാവണം. നമ്മൾ നേരെ തിരിച്ചാണ്, കൈയിട്ട് തപ്പി പിന്നെയും തപ്പി, പിന്നെ പേഴ്സ് എടുത്തിട്ട് ആരും കാണാണ്ട് ഇങ്ങനെ നോക്കി നല്ല നോട്ടെല്ലാം മാറ്റിയിട്ട് എടുത്തിട്ട്, അങ്ങനെയല്ല. ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. മുഴുവൻ പറയാണ്, ഞാൻ തീരുമാനിച്ചു ഇന്ന് അബൂബക്കർ സിദ്ദീഖിനെ എനിക്ക് തോൽപ്പിച്ചേ പറ്റൂ. ഞാൻ എൻ്റെ സ്വത്തിൻ്റെ നേരെ പകുതി പള്ളിയിൽ കൊണ്ടുവന്നു. സ്വത്തിൻ്റെ നേരെ പകുതി നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നിസ്ഫമാലി എന്ന് പറഞ്ഞു. നിസ്ഫമാലി, എൻ്റെ കൈമലുള്ളതിൻ്റെ നേരെ പകുതി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉള്ളതും കൊണ്ടുവന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലെത്തി. ആദ്യം പോയത് ഉമറിൻ്റെ അടുത്തേക്കാണ്. മാ അബ്ഖൈത ലി അഹ്ലിക യാ ഉമർ. എന്തു കൊണ്ടുവന്നു എന്നല്ല ചോദിക്കുന്നത്, നിന്റെ കുടുംബത്തിന് എന്താണ് ബാക്കി വെച്ചത് ഉമറേ? അദ്ദേഹം പറഞ്ഞു, അബ്ഖൈതു മിസ്ല ഹാദാ. ഇതേപോലെ വീട്ടിലുണ്ട്, പകുതി കൊണ്ടുവന്നു, പകുതി ആടുണ്ട്. ദുആ ചെയ്തു, നല്ല തന്നെ. പിന്നെടുത്തി അബൂബക്കർ സിദ്ദീഖിനടുത്ത് റളിയല്ലാഹു അൻഹു. ഇതേ ചോദ്യം
മാ അബ്ഖൈത ലി അഹ്ലിക യാ അബാ ബക്കർ, നിങ്ങളെന്താ ബാക്കി വെച്ചത്? മറുപടി എന്താ അറിയോ? അബ്ഖൈതുല്ലാഹ വറസൂലഹ, വീട്ടിലാരാ ബാക്കിയുള്ളത്? അള്ളാഹുവും അള്ളാഹിൻ്റെ റസൂലും, ഉള്ളത് മൊത്തം നബിയാണ് കൊണ്ടത്. ഉമർ പറയാണ്, വല്ലാഹി അന്ന് എനിക്ക് മനസ്സിലായി നന്മയിൽ അബൂബക്കർ സിദ്ദീഖിനെ തോൽപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. റളിയല്ലാഹു അൻഹും അജ്മഈൻ. റസൂലുള്ളാഹിന്റെ വാക്കിന് കൊടുത്ത വിലയാണ് അബൂബക്കർ സിദ്ദീഖ്. ഇതാ സ്നേഹം, ഇതാണ് ഹുബ്ബുർ റസൂൽ. നമ്മൾ വെറും വർത്തമാനത്തിലും പാട്ടിലും പ്രസംഗത്തിലും ആയിപ്പോയി പ്രിയപ്പെട്ടവരെ. എന്തിനേക്കാളും പരിഗണന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടെ പറയട്ടെ, ഉഹദ് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന സംഘം, ഉഹദ് യുദ്ധം കഴിഞ്ഞ് സഹാബാക്കൾ കൂട്ടം കൂട്ടമായി വരികയാണ്. ഒരു സഹാബി വനിത, പേര് വരെ ഹദീസിന്റെ കിതാബിലില്ല. നിങ്ങൾക്കറിയോന്നറിയില്ല, അള്ളാഹു നിങ്ങൾക്ക് പരിശോധിച്ചാൽ പേര് കിട്ടിയില്ല. ഏതോ ഒരു സ്ത്രീ, അത്ര വലിയ പ്രശസ്തയോ പ്രസിദ്ധിയോ എന്നുള്ള ഏതോ ഒരു സ്ത്രീ മദീനയുടെ കവാടത്തിലുണ്ട്. വരുമ്പോൾ ചോദിക്കുന്നു, മാബാദു റസൂലില്ല, റസൂലുള്ളാഹിക്ക് എന്താ പറ്റിയ യുദ്ധത്തിൽ? മാബാദു റസൂലില്ല. ആരോ പറഞ്ഞു, നിങ്ങളെ വാപ്പ ഷഹീദായി, നിങ്ങളെ വാപ്പ ഷഹീദായി. ഇപ്പോൾ പണ്ട് ചോദ്യം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ മാ ബാലു റസൂലില്ലാഹ്. എൻ്റെ ഉപ്പാനല്ല ഞാൻ ചോദിച്ചത്, റസൂലുള്ളാഹിക്ക് എന്താ പറ്റിയത്? കാരണം ഒരു യുദ്ധത്തിൽ കുറേ അപകടം റസൂലുള്ളാഹിക്ക് പറ്റിയിരുന്നു, അത് കേട്ടിട്ടുണ്ട് മദീനക്കാർ. അപ്പോൾ ആരോ പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ ഷഹീദായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ മാ ബാലു റസൂലില്ലാഹ്. റസൂലുള്ളാഹിക്ക് എന്താ പറ്റിയത്? ഇതാണ് ഹുബ്ബ്. ഈ ഫിക്റില്ല, ഈ ഹമ്മ്, അതിൻ്റെ പേരാണ് ഹുബ്ബുർ റസൂൽ. ആരോ പറഞ്ഞു, നിങ്ങളെ മോൻ ഷഹീദായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ മാ ബാലു റസൂലില്ലാഹ്. റസൂലുള്ളാഹിക്ക് എന്താ പറ്റിയേ? ആരോ പറഞ്ഞു, റജഅ സാലിമാൻ, ഒരു പ്രശ്നമില്ല, റാഹത്തായിട്ടുണ്ട്. അപ്പോൾ പെണ്ണ് പറയാൻ, എനിക്ക് കണ്ടാലേ സമാധാനാവും. സഹബക്ക് കൂട്ടിയിട്ട് പോയി. റസൂലുള്ളാഹിന്റെ മുമ്പിലെത്തിയിട്ട് ആ പെണ്ണ് പറഞ്ഞ വാക്കിന്നും ചരിത്രത്തിന്റെ കിതാബുകളിൽ, സ്വർണ്ണലിപികളിൽ രേഖപ്പെട്ട് കിടക്കുന്നു. യാ റസൂലല്ലാഹ്, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ. നബിയേ, അങ്ങുണ്ടല്ലോ റാഹത്തായിട്ട്, ബാക്കി എന്ത് മുസീബത്തും അങ്ങക്ക് ശേഷമേ നമുക്കുള്ളൂ. എൻ്റെ ഉപ്പ മരിച്ചു, മോൻ ഷഹീദായി, സഹോദരൻ ഷഹീദായി, വിഷയമൊന്നുമല്ല, നിങ്ങൾ കൂടെ ഉണ്ടല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബാക്കൾ അങ്ങനെയാണ് നെഞ്ചിൻ്റെ ഉള്ളിൽ കൊണ്ടേ നടന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്നേഹിക്കുമ്പം ആ സ്നേഹം പ്രകടമാകുന്നത് വാക്കിനും വർത്തമാനത്തിലും അല്ല, ഇത്തിബാഇലാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത്, ആ പ്രവാചകനെ ഫോളോ ചെയ്ത് എന്തു പറഞ്ഞോ കേട്ടേക്കണം, എന്തു പറഞ്ഞോ അത് കേട്ടേക്കണം. സഹാബത്ത് എങ്ങനെയാണ് പഠിപ്പിച്ചത്? താബീൻ എങ്ങനെയാണ് പഠിപ്പിച്ചത്? മുൻഗാമികളും മുഴുവനും ഹുബ്ബുർ റസൂൽ പഠിപ്പിച്ച അങ്ങനെയാണ്. റസൂലുള്ളാഹി എന്ത് പറഞ്ഞോ അതിൻ്റെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലാവൂല, എനിക്ക് മനസ്സിലാവാത്ത റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് തെറ്റിയത് കൊണ്ടല്ല, എൻ്റെ ബുദ്ധി അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല പറഞ്ഞു, വഇൻ ഫഹിമ വഇൻ ലം യഫഹം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യം അവനെ മനസ്സിലാവട്ടെ, മനസ്സിലാവാതിരിക്കട്ടെ. എന്റെ ഹബീബ് ഇങ്ങനെ പറഞ്ഞു എന്ന് സഹീഹായിട്ടുള്ള റിപ്പോർട്ട് എന്റെ കയ്യിൽ കിട്ടിയാൽ സമിഅ്നാ വഅതഅ്നാ, ഞങ്ങൾ കേട്ടു, ഇതോ അനുസരിക്കുന്നു. അതിന്റെ അപ്പുറത്തേക്കുള്ള ചിന്തയുള്ള വർത്താനമില്ല. അവിടെ ഉമ്മത്ത് നിൽക്കണം, ഉമ്മത്ത് അവിടെ എത്തണം. അതാ ഹുബ്ബുർ റസൂലിന്റെ പ്രകടമായ അവസ്ഥ. നമുക്ക് ചിന്തിച്ച് ഒരു പിടുത്ത് ചിലപ്പോൾ നമ്മുടെ ബുദ്ധിക്ക് ചേരുവേയില്ല. ബുദ്ധിയോട് എന്നിട്ട് പറയാ, ഒരു ലോജിക്കില്ലാത്ത വർത്താനം. 6-ാം നൂറ്റാണ്ടിന്റെ വർത്താനം എന്ന് പറയുന്നില്ലേ, ഹദീസുകൾ കഴിയുമ്പോൾ കിട്ടുമ്പോൾ ഞാൻ എൻ്റെ ചിന്തയിലിട്ട് കറക്കി കറക്കി എങ്ങനെ യോജിക്കുന്നില്ലപ്പ, ഇതെങ്ങനെ ശരിയാവും, ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാവും, ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാവും, നമുക്കറിയില്ല, എങ്ങനെയാവും നമുക്കറിയില്ല. പ്രിയപ്പെട്ട അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ഇദാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബസ് അതിൻ്റെ അപ്പുറത്തുമ്മത്തിന് വേറൊന്നുമില്ല. ബഹുമാനപ്പെട്ട സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹാന്റെ കല്യാണം, ഖുറൈശി വനിതയാണ്. ആരുടെ ഭാര്യ? പറ. സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ആരുടെ ഭാര്യ? ഇതാണ് നമ്മൾ ഹുബ്ബുർ റസൂലിന്റെ കഥ. അതേ സമയത്ത് അയാ സനമൽ ഈദിൽ ലദീ സഫ ഹൗലഹു സനാദീദു മിൻ വഫ്ദിൻ ബഈദിൻ വമിൻ ഖുറബി എന്ന് ഞാൻ പാടുമ്പോൾ ജവാബ് എന്താ? പുറത്തേക്കുവാ? ഇല്ലല്ല, നാളെ പേപ്പറിൽ വരും.
സ്വലാത്തുൻ വതസ്ലീമു വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി. ഈ പാടി എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. സൈനബ് ബിൻത് ജഹ്ഷിന്റെ പുതിയാപ്പള്ളി നിങ്ങൾക്ക് അറിയില്ല. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നല്ല, എൻ്റെയും നിങ്ങളുടെയും മൊത്തത്തിലുള്ള മുഹമ്മദുർ റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട സംഗതി ഇത്രയേ ഉള്ളൂ. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ഭാര്യ അത് സൈനബ് ബിൻത് ജഹ്ഷ്, നമ്മുടെ ഉമ്മ റളിയല്ലാഹു അൻഹ. എന്താ പ്രശ്നം എന്നറിയാം? നമുക്ക് ആരെ മാത്രമേ കേട്ട് പരിചയമുള്ളൂ? ഖദീജ, ആയിഷ. ഇത് രണ്ടേ നമുക്ക് ആകെ കേട്ടിട്ടുള്ളൂ, നമ്മൾ അത്രേ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ റസൂലുള്ളാഹിന്റെ വ്യക്തിത്വം പഠിക്കല് വാജിബാണ്. ഭാര്യമാരെയും മക്കളെയും അറിയല് വാജിബാണ്. അഹ്ലു ബൈത്തിനെ കുറിച്ച് അറിയല് വാജിബാണ്. എപ്പോ നമ്മൾ പഠിക്കുക? ജാതക്കൊരു കുറവില്ല, പാട്ടിനും കുറവില്ല, മുലൂദിനും കുറവില്ല, ഇതിനൊക്കെ ഓക്കെ. എന്നാൽ ഇത് ആർക്കും അറിയില്ല. പക്ഷെ ആദ്യം കല്യാണം കഴിച്ചത് സെയ്ദ് റളിയല്ലാഹു അൻഹു ആണ്. കല്യാണം തീരുമാനിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, സൈനബേ നീ സെയ്ദിനെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ പോവാൻ. സൈനബ് പറഞ്ഞു, എനിക്ക് വേണ്ട, ഞാൻ ഖുറൈശിയല്ലേ, സെയ്ദ് തറവാട്ടുകാരനല്ല, എനിക്കെന്തൊരു ഖുറൈശി പുതിയാപ്പിളിനെ കിട്ടൂലേ? പെണ്ണിന് പറയാൻ അവകാശമുണ്ട്. ഇസ്ലാം പെണ്ണിന്റെ അവകാശത്തെ ഹനിക്കുന്നൊന്നുമില്ല, അവകാശമുണ്ട് പറഞ്ഞു. പക്ഷെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സെയ്ദിനെ കെട്ടണം. അതിന്റെ പിറകിലെ ഹിക്മത്തുണ്ട്, നമുക്ക് തിരിയില്ല. ഇതിന് പറഞ്ഞു വേണ്ട. 3 പ്രാവശ്യം പറഞ്ഞു. 3 പ്രാവശ്യം സൈനബ് ബിൻത് ജഹ്ഷ് പറഞ്ഞു റളിയല്ലാഹു അൻഹ, വേണ്ട, എനിക്ക് സെയ്ദുമായിട്ട് ഒന്നിച്ചു പോകാൻ പറ്റൂല. 4-ാം പ്രാവശ്യം ജിബ്രീൽ വന്നു. 4-ാമത്തെ പ്രാവശ്യം ജിബ്രീൽ വന്നു. ഇതാണ് നമ്മൾ മുഅ്മിനീങ്ങൾ. മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനഹ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. സൂറത്തുൽ അഹ്സാബ്. ഇതിന് പറഞ്ഞു സമിഅതു വഅതഅതു. ഓക്കെ, ഞാൻ കേട്ടു, ഞാൻ കെട്ടാൻ തയ്യാറാണ്. എന്താ അർത്ഥം? മാ കാന ലിമുഅ്മിനിൻ, ഒരു സത്യവിശ്വാസിക്ക് അവകാശമില്ല, വലാ മുഅ്മിനത്തിൻ, ഒരു വിശ്വാസിനിയായ പെണ്ണിനും അവകാശമില്ല. എന്തിന്? ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ. എന്തിന് അവകാശമില്ല? അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അവരുടെ സ്വന്തം കാര്യത്തിൽ തന്നെ അവർക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് അവകാശമില്ല. എനിക്കിങ്ങനെ തോന്നുന്നു, ഒരു തോന്നലുമില്ല. ഇങ്ങനെ നല്ലത്, അങ്ങനെ ഒരു നല്ലതുമില്ല. അല്ലാഹു പറഞ്ഞു അതാ നല്ലത്, റസൂലുള്ളാഹി പറഞ്ഞു അത് മാത്രമാണ് നല്ലത്. വമൻ യഅസില്ലാ, ആരെങ്കിലും എതിര് കാണിച്ചാൽ ഫഖദ് ളല്ല ളലാലൻ മുബീനാ, അവൻ വ്യക്തമായ വഴികേടിലാണ്. ഖലാസ് കഴിഞ്ഞു. അവനല്ലേ പ്രിയപ്പെട്ടവരെ, ഇത്തിബാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കുക, ഓരോ കാലത്തിനും അതുപോലെയാവുക, എന്നിട്ട് ഈ പറഞ്ഞ ഹുബ്ബ് പ്രകടിപ്പിക്കുക. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത്, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഫത്തബിഊനി, നബിയെ അവർക്ക് അള്ളാഹിന്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടി ഒറ്റ വഴിയേ ഉള്ളൂ, നിങ്ങളെ ഫോളോ ചെയ്യണം. താടിയിൽ, ഡ്രസ്സിൽ, സ്വഭാവത്തിൽ, കച്ചവടത്തിൽ, ദാമ്പത്യത്തിൽ, കുടുംബത്തിൽ, സർവ്വ വിഷയങ്ങളിൽ ഫത്തബിഊനി, എങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളെ പാപങ്ങൾ പുറത്തരുകയും ചെയ്യും. അപ്പം എനിക്കും നിങ്ങൾക്ക് സ്നേഹമുണ്ടോ ഇല്ലേ എന്നറിയേണ്ടത് പ്രകടമായിട്ടുള്ള ഈ ഇത്തിബാഇലാണ്. സഹാബത്ത് അങ്ങനെയായിരുന്നു നമുക്ക് പഠിപ്പിച്ചത്. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഉമ്മത്തിൻ്റെ പോക്ക് പ്രവാചക സ്നേഹം ആ വഴിക്കല്ല. ഞാനൊരു ഉദാഹരണം പറയാം. റബീഉൽ അവ്വൽ മാസം വരുന്നു. ചില ആളുകൾക്ക് അത് ആഘോഷത്തിൻ്റെ മാസമാണ്, സത്യവിശ്വാസികൾക്ക് ആഘോഷത്തിൻ്റെ മാസമല്ല. എന്തുകൊണ്ടല്ല? അറബിയിൽ എത്ര മാസമുള്ള? 12 മാസം. മുഹറം, സഫർ തൊട്ട് തുടങ്ങി ഇങ്ങനെ വന്നാൽ അതിൽ 4 മാസത്തിന് വല്ലാത്ത പ്രത്യേകതയുണ്ട്. ആര് പറഞ്ഞു? ഖുർആൻ. മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസം പവിത്രമായ മാസമാണ്. അതിൽ പരിശുദ്ധ റമദാനിനെ അള്ളാഹു വേറെന്നെ പറഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ റമദാനിനെ അള്ളാഹു വേറെന്നെ പറഞ്ഞു, ഷഹ്റു റമദാൻ. അപ്പം തന്നെ റമദാൻ മാസത്തിൽ അള്ളാഹു പറഞ്ഞ പ്രത്യേകതയുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇന്ന മാസങ്ങൾക്ക് പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു. അതിലൊന്നും ഏതു മാസം പെട്ടിട്ടില്ല? റബീഉൽ അവ്വൽ പെട്ടിട്ടില്ല.
റബീഉൽ അവ്വൽ മാസം ആ ഒരു പറയപ്പെട്ട മാസങ്ങളുടെ കൂട്ടത്തിൽ പെട്ടിട്ടില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉമ്മത്തിനുള്ള ഹുബ്ബ് പ്രകടിപ്പിക്കാനുള്ള ഒരു സുവർണാവസരമാണ് റബീഉൽ അവ്വൽ മാസം എന്നുണ്ടെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായിട്ടും പറഞ്ഞു തന്നിരിക്കും. കാരണം ഖുർആൻ പറഞ്ഞ 4 മാസം നമുക്ക് പഠിപ്പിച്ചെന്ന പോലെ, റമദാന്റെ പ്രത്യേകത പഠിപ്പിച്ചെന്ന പോലെ, മുഹറത്തിന്റെ പ്രത്യേകത പറഞ്ഞെന്ന പോലെ, ദുൽഹജ്ജിന്റെ പ്രത്യേകത പറഞ്ഞെന്ന പോലെ ഇത്ര വലിയ നന്മ പാഴാക്കാൻ റസൂൽ നമ്മളെ സമ്മതിക്കൂല. അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കാന്നുള്ള ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയേക്കാൾ പ്രതീക്ഷിക്കപ്പെടേണ്ട രാവാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നിരിക്കും. മാ മിൻ ഷൈഇൻ യുഖർരിബുകും ഇലൽ ജന്ന വയുബാഇദുകും മിനൻ നാർ ഇല്ലാ വഖദ് അമർതുകും ബിഹി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെ സ്വർഗത്തിലെത്തിക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങൾ എന്ത് ചെയ്യണോ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വമാ മിൻ ഷൈഇൻ യുഖർരിബുകും മിനൻ നാരി വയുബാഇദുകും അനിൽ ജന്ന. സ്വർഗത്തിൽ നിന്ന് അകറ്റുകയും നരകത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ എന്തുണ്ടോ അത് ഞാൻ നിങ്ങൾക്ക് നിരോധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാസം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തത് കൊണ്ട് തന്നെ റബീഉൽ അവ്വൽ മാസത്തിന് മുസ്ലിം ഉമ്മത്തിന് യാതൊരു പ്രത്യേകതയുമില്ല. പക്ഷെ തിങ്കളാഴ്ചക്കുണ്ട്. എന്തുകൊണ്ടുണ്ട്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ടുണ്ട്. കാരണം അന്ന് നോമ്പെടുക്കുമായിരുന്നു. അപ്പൊ ചോദിച്ചു, എന്താണ് റസൂൽ നോമ്പെടുക്കുന്നത്? ഫീഹി വുലിദതു, ഞാൻ ജനിച്ച ദിവസമാണ്. അപ്പൊ ശരിക്കും എന്താ എടുക്കേണ്ടത്? അപ്പൊ പിന്നെ ഈ ബിരിയാണിയിൽ എന്താക്കും? അപ്പൊ ശരിക്കും ഉപ്പുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? റസൂൽ ജനിച്ച ദിവസമാണ്, ഇന്ന് എല്ലാവരും നോമ്പെടുക്കണം. റസൂൽ നമ്മൾ നോമ്പെടുത്തിട്ടുണ്ട്. ഫീഹി വുലിദതു, തിങ്കളാഴ്ച ഞാൻ ജനിച്ച ദിവസമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് തിങ്കളാഴ്ചയാണ് നോമ്പെടുത്തത്? എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തു. എങ്കിൽ നമ്മൾ ഇഷ്ടം കൊണ്ടാണെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുക്കണം. അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. കാരണം അള്ളാഹുവിന്റെ റസൂല് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കിട്ടിയാൽ മതി, കയ്യൊപ്പ് കിട്ടിയാൽ മതി, റസൂലുള്ളാഹിന്റെ കയ്യൊപ്പ് കിട്ടിയാൽ മതി. ചെയ്ത അമല് നല്ലതല്ലേ എന്ന് ഓമനപ്പേരുണ്ടായാൽ പോരാ. ഒരു റസൂലുള്ളാഹിന്റെ ഇഷ്ടം കാണിക്കാൻ വേണ്ടി ഫുഡ് കൊടുക്കുന്നല്ലേപ്പാ, പുളൊക്കെ മുട്ടായി കൊടുക്കുന്നല്ലേ, പള്ളി ഒന്ന് പൈതടിച്ച എന്താ പ്രശ്നം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാര്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇമാം ദാറമി അല്ലെങ്കിൽ ദാറുഖുത്നി റിപ്പോർട്ട് ചെയ്യുന്ന അസറാണ്, സഹീഹാണ്. കൂഫയിലാണ് സംഭവം. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വരികയാണ്. സുബ്ഹിന്റെ മുമ്പുള്ള സമയം. പള്ളിയിൽ വന്ന് നോക്കുമ്പോൾ പള്ളിയിലുണ്ട് കുറെ കൂട്ടം, ഇതേപോലെ ഇവിടെ ഒരു കൂട്ടം, അവിടെ ഒരു കൂട്ടം, അവിടെ ഒരു കൂട്ടം. അദ്ദേഹം അല്ലാണ്ട് ഇങ്ങനെ നോക്കി, എന്താ ഇത്? നോക്കുമ്പോ എല്ലാ കൂട്ടത്തിന്റെയും നടുക്കൊരു നേതാവുണ്ട്. അദ്ദേഹം കുറച്ചുകൂടി അടുത്ത് ചെന്ന് ശ്രദ്ധിച്ചു. അപ്പൊ നേതാവ് പറയുന്നു, സബ്ബിഹൂ മിഅ, എല്ലാവരും 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറയൂ. കഴിയുമ്പോ കഥ മുട്ടും. ഹല്ലിലൂ മിഅ, എല്ലാവരും 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ ഏതാ സമയം? ഫജ്റിന്റെ മുമ്പ്. നമ്മൾ കണ്ട എന്താ പറയാ, മാഷാ അല്ലാഹ്, ഇതേതാ നാടുമായി തഹജ്ജുദിന്റെ മുമ്പ് പള്ളിയിൽ ദിക്റിലിരുന്ന ആൾക്കാരെ നോക്കി, നല്ല മനുഷ്യന്മാര് അല്ല നമ്മൾ പറയാം. സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ വർത്താനം പറയാം. അബൂ മൂസ അശ്അരി ആകെ പേടിച്ച് ഓടി ഇബ്നു മസ്ഊദിന്റെ വലക്കേക്ക് തട്ടി വിളിച്ചു, യാ അബാ അബ്ദുറഹ്മാൻ, ഞാൻ പള്ളിയിൽ വല്ലാത്തൊരു കാഴ്ച കണ്ടു. അത്ഭുതത്തോടെ പറയുന്നു, എന്താ കണ്ട കാഴ്ച? എന്താ? ഇതാ ഇങ്ങനെയൊക്കെ ഹൽക്കയായിട്ട് ഇരുന്നിട്ട് ഇതാ തസ്ബീഹൊക്കെ പറഞ്ഞുകൊടുക്കുകയാണ്. ഒടിത്തടിക്ക് ചോദിച്ചു ഇബ്നു മസ്ഊദ്, എന്റെ നീ എന്നിട്ട് അവരെ തടഞ്ഞില്ലേ? അത് ചെയ്യാൻ നീ സമ്മതിച്ചോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുള്ളപ്പോ ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. അദ്ദേഹത്തിന്റെ തവാദുആണ്. ഇബ്നു മസ്ഊദ് വലിയ പണ്ഡിതനാണ്. ഇബ്നു മസ്ഊദ് വീട്ടിൽ നിന്ന് രണ്ടാളും കൂടി പള്ളിയിലേക്ക് ഓടി ചോദിച്ചു, വൈഹക്കും യാ ഉമ്മത മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ സമുദായമേ, നിങ്ങൾക്ക് നാശം എന്തായി കാണിക്കുന്നത്? അപ്പൊ നേതാവ് പറഞ്ഞു, യാ അബാ അബ്ദുറഹ്മാൻ, മാ അറദ്നാ ഇല്ലൽ ഖൈർ. ഒന്നുമില്ലപ്പോ, നല്ലല്ലേ, തസ്ബീഹ് പറയുന്നല്ലേ, ഒരു അൽഹംദുലില്ലാഹ് പറയുന്നല്ലേ, അല്ലാഹു അക്ബർ പറയുന്നല്ലേ, അങ്ങനെയെങ്കിൽ പുലർന്നു തസ്ബീഹ് പറഞ്ഞോട്ടെ, നമ്മൾ പറയും പോലെ മാ അറദ്നാ ഇല്ലൽ ഖൈർ, നല്ലതല്ലേ എന്നാച്ചിട്ടാണ്. അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? മാ അസ്റഅ ദലാലതുകും, അല്ലെങ്കിൽ മറ്റൊരു വായത്തിൽ മാ അസ്റഅ ഹലകതുകും, നിങ്ങൾ എത്ര പെട്ടെന്നാണ് പഴിപിഴച്ച് നശിച്ചു പോയത്. ഇബ്നു മസ്ഊദ് ചോദിച്ചതാ, നിങ്ങൾ എത്ര പെട്ടെന്നാ വഴിപിഴച്ച് നശിച്ചു പോയത്. നിങ്ങളുടെ പ്രവാചകൻ ഉടുത്ത വസ്ത്രം നുരുമ്പി നശിച്ചിട്ടില്ല, പ്രവാചകൻ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല, പ്രവാചകന്റെ സഹാബാക്കളും മരിച്ചു തീർന്നിട്ടില്ല, ജീവനോടെ ഉണ്ട്.
ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്ന് പോയിട്ട് ചോദിച്ചുകൂടെ റസൂലുള്ളാഹി അനുവദിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പം അയാൾ പറഞ്ഞു, ഒന്നുമില്ലപ്പം നമ്മൾ കല്ല് വെച്ചിട്ട് ഇങ്ങനെ എണ്ണുകയാണ്, തസ്ബീഹ് എണ്ണുകയാണ്. അദ്ദേഹം പറഞ്ഞു, അതിനേക്കാൾ നല്ലത് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ എണ്ണലാണ്. ചെയ്തുകൊണ്ടിരിക്കുന്നത് പാപമാണ് എന്നാണ് പറഞ്ഞത്. വേറൊരു പണ്ഡിതന്റെ ക്ലാസ് കേട്ടു. അദ്ദേഹം പറഞ്ഞെന്താ അറിയോ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് പറഞ്ഞു, ഈ പള്ളി പൊളിച്ചു മാറ്റുന്നവരെ ഞാനിവിടെ നിന്ന് പോവില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ വെച്ച് ആ ഈത്തപ്പഴത്തിൻ്റെ തടിയും ഓലയും എല്ലാം കൂടി പറിച്ച് അപ്പുറത്ത് കൊണ്ടിട്ട് ആ പള്ളി പുതുക്കി കെട്ടിയതിന് ശേഷമാണ് ഇബ്നു മസ്ഊദ് പുറക്കേക്ക് പോയത് റളിയല്ലാഹു അൻഹു. എന്തിനാ? ഈ നന്മ ചെയ്തതിനാ. നന്മ ഏതാ നന്മ എന്നറിയോ? മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ കയ്യൊപ്പുള്ളത് മാത്രമാണ് നന്മ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നതിൻ്റെ പേരല്ല ഹുബ്ബുർ റസൂൽ. സമയം അതിക്രമിച്ചെന്ന് തോന്നുന്നു. നിങ്ങളുടെ കണ്ണുകളിൽ ഉറക്കിൻ്റെ നിഴൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയൊരു അവസരത്തിൽ ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗം പോലെ നമ്മൾ ഇതേ സ്ഥലത്ത് ഒരു പരിപാടി സംഘടിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അത് നമുക്ക് പറയാനുള്ളത് വർത്തമാനകാലത്തെ ഹുബ്ബുർ റസൂൽ, വർത്തമാനകാലത്തെ ഹുബ്ബുർ റസൂൽ. എന്താണ് ശരി, എന്താണ് തെറ്റ്, ഒന്നുമില്ല. എന്താണെന്നുള്ള ചാവ് പറഞ്ഞുതരാം. അൽ ആഖിലു തക്ഫീഹി അൽ ഇഷാറ. ബുദ്ധിയുള്ളവർക്ക് എന്ത് മതിയാവും? സൂചനകൾ മതിയാവും. നമ്മുടെ ജോലി എന്താണെന്നറിയോ? നമ്മൾ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, പറഞ്ഞു കൊടുക്കാൻ, ഓർമ്മിപ്പിക്കുക. ഇതാ ഇന്നതൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തത്, ഇതൊന്നും ശരിയല്ല, പറഞ്ഞു കൊടുത്താൽ നമ്മൾ ഉത്തരവാദിത്തം കഴിഞ്ഞു. ബാക്കി ബുദ്ധിയുള്ള മനുഷ്യൻ്റെ ഉത്തരവാദിത്തമാണ്. അള്ളാഹു കാര്യങ്ങളെ ഗൗരവത്തിൽ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. കൂടുതൽ അറിയാനും പഠിക്കാനും അതീവ ഗൗരവത്തോടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ, തങ്ങൾ പഠിപ്പിച്ച ദീനിനെ സമീപിക്കാനും അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കട്ടെ. ബിദ്അത്തുകളില്ലാതെ, ഖുറാഫാത്തുകളില്ലാതെ നമ്മുടെ ദീൻ നമ്മളറിയാതെ ചോർന്നു പോകുന്ന, നമ്മളറിയാണ്ട് നമ്മുടെ ആഖിറം നഷ്ടത്തിലേക്ക് വഴുതി പോകുന്ന ഒരവസ്ഥയിലും പെട്ടുപോവാതെ അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.